ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായേക്കണേണ് അല്ല, ഈവൻ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞതൊരു ഡാർക്ക് ക്ലൗഡ് കവറാണ് ഇൻ നിഫ്റ്റിയിൽ നമുക്ക് വീക്കെൻഡ് അവസാനിച്ചപ്പോൾ ഉണ്ടായത്. ആൻഡ് അതോടൊപ്പം ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു. നമുക്ക് ചാർട്ടിൽ നോക്കിയാൽ അറിയാൻ പറ്റും എവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ലെവൽസിൻ്റെ മേളിലാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ ആ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് OA ചാർട്ടിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ അത് എടുത്തേക്കുന്നത്. ഒരു ഇവൻറ്റിൻ്റെ ഇതിലാണ്, മീൻസ് ഇവൻറ്റിൻ്റെ ബേസിലാണ് ഇത്രയും റാലി ഉണ്ടായിരിക്കുന്നത്. അല്ലാണ്ട് ഒരു പെട്ടെന്നുള്ള ഒരു ഹ്യൂജ് ഷോർട്ട് കവറിങ് റാലി മീൻസ് അങ്ങനെ വന്നതല്ല, ഒരു ഇവൻറ്റ് ബേസാണ്. അപ്പോൾ നമുക്ക് ഇവൻ്റ് ആണെങ്കിൽ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഒരു ദിവസവും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട്. മീൻസ് നാളെയാണ് നമ്മുടെ ഇവൻ്റ് എന്തായാലും അവസാനിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് കുറച്ചും കൂടി ഒന്ന് ഈ ഒരു കൺഫർമേഷൻ കറക്റ്റായിട്ട് തന്നെ, അതായത് അവിടെ നിന്നൊരു റാലി കിട്ടണമെങ്കിൽ നമുക്ക് നാളത്തെ ഡേയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ പറഞ്ഞ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ലാസ്റ്റ് ഡേ നമ്മൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 2 ലെവൽസ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കാം. ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയിലേക്ക് തന്നെ പോകാം. നിഫ്റ്റിയുടെ ഇതൊരു വീക്ക്ലി ടൈം ഫ്രെയിം ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെയാണ് ഡാർക്ക് ക്ലൗഡ് കവറിനെ പറ്റി പറഞ്ഞത്. ഈ 2 ക്യാൻഡിൽ ഫോർമേഷനിലാണല്ലേ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഹൈ മാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ഈവൻ നിഫ്റ്റിയിൽ തന്നെ നമ്മൾക്ക് ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു. 23,000 എബോവ് നമുക്ക് കിട്ടിയാൽ എന്തായിരിക്കും, നമുക്ക് അവിടെ നിന്നൊരു മീൻസ് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള പറഞ്ഞത്. ആൻഡ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വൺസ് മാർക്കറ്റ് അതിൻ്റെ ഓപ്പണായി പിന്നെ ആ ഒരു എക്സാക്റ്റ് ആ ഒരു ലോയിൽ ഈവൻ 23,000 ആണ് നമുക്ക് ആ ഒരു സപ്പോർട്ട്. 23,550 അടുത്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ റിവേഴ്സ് ആയിട്ടുണ്ട്. ബട്ട് ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ അല്ല ഉണ്ടായേക്കണം. ബിക്കോസ് ഡേ ഹൈയും ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് ഒരു നല്ല ഹാമർ പാറ്റേൺ ഫോർമേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും ആ സെയിം ഇത് നമുക്ക് കാണാം. നമ്മൾ വരച്ച ലെവൽസ് അതായിരുന്നു. ഈവൻ 50,000 മേളിലേക്ക് വന്നാൽ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കാണാൻ കഴിയും എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ 50,000 ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ക്ലോസിങ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു പോസിറ്റീവാണ്. ബട്ട് ഇതും നമുക്ക് കൺഫേം ആവുന്നത് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ഇവിടെ ഓൾമോസ്റ്റ് ഈ ഒരു വിക്ക് വന്നിട്ട് ഈ ഒരു ലെവലിനെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ ക്യാൻഡിൽ വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് രണ്ടാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 2 ലെവൽസ് വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ബിക്കോസ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞു. പിന്നെ നമുക്കൊരു കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായത്. ആൻഡ് കുറച്ച് ലാസ്റ്റ് ഏകദേശം എൻഡ് ആവുന്ന സമയത്താണ് കുറച്ചൊന്ന് മേളിലേക്ക് പോയി 300 പ്ലസ് ഒക്കെ പോയി ഒന്ന് ക്ലോസ് ചെയ്ത് ബാക്കി ഡിമാൻഡ് സോണിൽ കംപ്ലീറ്റ് നേരം കൺസോൾട്ടേറ്റ് ചെയ്യാനായിരുന്നു. ആൻഡ് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി നമ്മൾ കാണിച്ചത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. 51,000 ഒന്ന് ക്രോസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ബുള്ളിഷ് ലെവലിലാണ് ബാങ്ക് നിഫ്റ്റിയും അവസാനിച്ചേക്കുന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നോക്കാൻ നേരത്ത് വെരി റെയർ എന്ന് വേണം പറയാൻ. ബിക്കോസ് നമുക്ക് പുട്ട് റൈറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഈവൻ ഇത്രയും ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടും നമുക്കൊരു പുട്ട് റൈറ്റിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആൻഡ് കോൾ അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്. കോൾ റൈറ്റിംഗ് ഈവൻ 23,500 വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ എവിടെയും പുട്ട് റൈറ്റിംഗ് വന്നില്ല. ഒൺലി കോൾ അൺവൈൻഡിങ് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈവൻ പുട്ട് റൈറ്റിംഗ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നാളത്തെ ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് പുട്ട് റൈറ്റിംഗും കൂടി വരണം. ഇപ്പോൾ നാളത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് പുട്ട് റൈറ്റിംഗ് കൂടി വന്നാൽ മാക്സിമം ഇനിയും റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ നിൽക്കുന്നുണ്ട്. ഈവൻ PCR നമുക്കൊരു ഓവർ സോൾഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ
എന്താ പറയുക, നമ്മൾ ഇത്രയും ഹൈ പ്രതീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് PCR നല്ല ഹൈ PCR ആയിരിക്കും. ബട്ട് PCR നമുക്കൊരു ഹൈ കാണാനൊന്നും പറ്റുന്നില്ല. മീൻസ് ലോയിൽ തന്നെയാണ് PCR നിൽക്കുന്നത്. അപ്പോൾ സ്റ്റിൽ റാലി ഇത് ഒരു റാലി ബിഗിൻ ആണോ എന്നുള്ള സംശയമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈവൻ PCR നമുക്ക് കോൾ റൈറ്റിങ്ങിൻ്റെ അൺവൈൻഡിങ് ഒക്കെ കാണുമ്പോൾ അവിടെ പുട്ട് റൈറ്റിംഗ് ഇനിയും വരാനുണ്ട്. അപ്പോൾ പുട്ട് റൈറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് റാലി കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്കെന്താ ഇവിടെ മീൻസ് നിഫ്റ്റിയൊക്കെ വീണ്ടും 23,000 താഴെ വന്നാലാണ് ഈ കോൾ റൈറ്റേഴ്സിന് ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നെ പുട്ട് റൈറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. ബട്ട് ഇപ്പോൾ നമുക്ക് ഒരു കുറച്ചും കൂടി ഒരു സ്റ്റിൽ നമുക്ക് ആ അപ്സൈഡിൻ്റെ ഉള്ള ലിമിറ്റേഷനിൽ തന്നെ അപ്സൈഡിലേക്ക് തന്നെ നോക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈവൻ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും 51,000 ലെവൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ OASൻ്റെ ഇന്നത്തെ ബിൽഡിംഗ് നോക്കുമ്പോൾ നമുക്ക് പുട്ട് റൈറ്റിംഗ് എന്ന് കാണാൻ കഴിയുന്നത് 50,000 കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് 51,000 ഹ്യൂജ് പുട്ട് റൈറ്റിംഗ് കാണാൻ കഴിയുന്നില്ല. സ്റ്റിൽ അവിടെ കോൾ റൈറ്റിംഗ് തന്നെയാണ് എല്ലാ ക്യാൻഡിൽസിലും ഉള്ളത്. പിന്നെ കോൾ റൈറ്റിങ്ങിൻ്റെ അൺവൈൻഡിങ് കാണാനും കഴിയുന്നുണ്ട്. ആൻഡ് ഓൺലി 50,000 മാത്രം ഇന്ന് നല്ലൊരു പുട്ട് റൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 0.45 തന്നെയാണ് PCR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവൻ ഓവർസോൾഡ് പൊസിഷനിൽ തന്നെയാണ് PCRും കാണിക്കുന്നത്. ഇവൻ ഇത്രയും നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടും അതൊക്കെ തന്നെയാണ്. അപ്പോൾ വലുതായിട്ടൊന്നും ലെവൽസ് കാര്യങ്ങളൊന്നും ഡ്രോ ചെയ്യുന്നില്ല. ആൻഡ് ഇനി നമുക്ക് ഒരു FIDA ഡാറ്റയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് FIDA ഡാറ്റ അനാലിസിസിൽ ഇന്ന് എങ്ങനെ വന്നേക്കുന്നത് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ വരാൻ നേരത്ത് FISൻ്റെ ഭാഗത്ത് എങ്ങനെയാണ്, FISൻ്റെ ഭാഗത്ത് നിന്നും സ്റ്റിൽ ലോങ് പൊസിഷനിലേക്കൊന്നും അവർ സ്റ്റിൽ വന്നിട്ടില്ല. ബട്ട് ആ ഷോർട്ട് ചെയ്തത് കുറച്ചിട്ടുണ്ട്. ആൻഡ് ലോങ്ങും ഷോർട്ട് ചെയ്ത് കുറച്ചിട്ടുണ്ട്. സ്റ്റിൽ ലോങ്ങിലേക്ക് വന്നിട്ടില്ല. ആൻഡ് ഫ്യൂച്ചേഴ്സിൽ അവരൊന്ന് ബൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ ലോങ്, അതായത് OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ലോങ് ശരിക്കും ഷോർട്ടിങ് കൂട്ടിയേക്കണേണ് അവർ. സ്റ്റിൽ ഇത്രയും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയപ്പോഴും ഓപ്ഷൻസിൽ അവർ എടുത്തേക്കുന്നത് ഓപ്പോസിറ്റ് വ്യൂ ആണ്. നമ്മൾ ശരിക്കും അതിശയം വരുന്നുണ്ട്. ആൻഡ് ഫ്യൂച്ചേഴ്സിൽ അവരൊന്ന് സെല്ലിംഗ് സൈഡ് തന്നെയാണ്, ബട്ട് ഒന്ന് കുറച്ചിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കാം. പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സ്റ്റിൽ ലോങ്ങിലേക്ക് വന്നിട്ടില്ല. രണ്ടും ബിയറിഷിലേക്കും ലോങ്ങിലേക്ക് കോൾ ആൻഡ് പുട്ടൊന്നും വന്നിട്ടില്ല. അവർ അൺവൈൻഡാണ് ചെയ്തേക്കുന്നത്. സ്ലൈറ്റ്ലി ഒരു സെല്ലിംഗ് പൊസിഷനിൽ തന്നെ ഫ്യൂച്ചേഴ്സ് നിൽക്കുന്നുണ്ട്. OI ഇൻഡെക്സ് ഓപ്ഷൻസിലും അവർ ലോങ്ങിലേക്കൊന്നും പോയിട്ടില്ല. അൺവൈൻഡാണ്, പുട്ട് ആൻഡ് കോൾ അൺവൈൻഡാണ്. ഈവൻ ലാർജ്ലി കോൾ അൺവൈൻഡിങ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ബൈയിങ്ങും നടത്തിയിട്ടില്ല. സോ കംപ്ലീറ്റ്ലി ന്യൂട്രലായിട്ട് പ്രോ നിൽക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് ഒരു അതായത് ലോങ് പൊസിഷൻസിലേക്കൊന്നും FISും വന്നിട്ടില്ല. ആൻഡ് ക്യാഷ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ക്യാഷ് മാർക്കറ്റിൽ നമുക്ക് പറയാനുള്ളത് ക്യാഷ് നല്ല ബൈയിങ് കാണാം. FISൻ്റെ 6,000+ 6,800 ഓൾമോസ്റ്റ് അത്രയും ബൈയിങ് FIS നടത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2,000 crore അടുത്ത് DISൻ്റെയും ബൈ നടത്തും. ബോത്ത് ആർ ഇൻ ബൈ ഇൻഡെക്സ് മീൻസ് ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തതായിട്ട് കാണാം. ആൻഡ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അവർ അത്ര നല്ല ഒരു ബൈയിങ്ങും ഒന്നും നടത്തിയിട്ടില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഓവറോൾ ഒരു 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് നോക്കാം. ആൻഡ് ഇന്ന് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെയിനായിട്ട് നോക്കേണ്ടത് നമുക്ക് ഇന്നത്തെ ഡേ ഹൈയും ഡേ ലോയും തന്നെയാണ്. ഈ ഒരു ഡേ ഹൈ ഇത് തന്നെയാണ് നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ലെവൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡേ ഹൈയും ഡേ ലോയും തന്നെയാണ്. ഇവിടെ നിന്നുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിന് നാളെ ഒരു ഡിസിഷൻ. അതായത് മേളിലേക്കാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിലിന് വേണ്ടിയിട്ടൊന്നും അറ്റ്ലീസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നാളെ വോളറ്റൈലിറ്റി കൂടാൻ മീൻസ് നല്ല രീതിയിൽ വിക്സ് ഇന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ബട്ട് എന്നാലും നമ്മളാണ് ഓപ്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ ആ ഡേയും ലോയും മാർക്ക് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു കൺസോൾട്ടേഷൻ കാണാം. ബിക്കോസ് ഇവിടെ നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് ശേഷം നമുക്ക് ഇവിടെ വീണ്ടും ഒരു ബുൾ ക്യാൻഡിൽ ലഭിച്ചാൽ ഇവിടെ നമുക്ക് വീണ്ടും ഒരു റാലി ഉണ്ടാവും. ഇവൻ 23,500 അറ്റ്ലീസ്റ്റ് 23,500 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ്
ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇനി നമുക്ക് ബിയറിഷ് ക്യാൻഡിൽ ലഭിച്ചാൽ മാത്രമായിരിക്കും ഈ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേ ആൻഡ് ലോ ഇമ്പോർട്ടൻ്റ് ആണ് നിഫ്റ്റിയുടെ കാര്യത്തിൽ. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ഓൾമോസ്റ്റ് ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിക്ക് കുറച്ചും കൂടി മേളിലേക്ക് പോകാനുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പോലെ ഓൾറെഡി അവിടെ ഒരു ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ കഴിഞ്ഞു അവിടെ നിന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. എന്നാലും നാളത്തെ ഒരു മോർണിംഗ് ക്യാൻഡിൽ നോക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഡേ ഹൈയും ഡേ ലോയും കൂടി നോക്കുക, ബിക്കോസ് അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നാളെ വരുന്ന ഇൻട്രാഡേയിൽ വരുന്ന ഒരു സോണും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. മീൻസ് ഇൻട്രാഡേ സോണും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് സോണിൽ വേണമെങ്കിൽ നമുക്കൊരു ഫേക്ക് ഔട്ടൊക്കെ തന്നിട്ട് മാക്സിമം ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മേളിലാണ് നമുക്ക് ഇന്നത്തെ സോൺ നിൽക്കുന്നത്, സപ്ലൈ സോൺ നിൽക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഫേക്ക് ഔട്ട് മാക്സിമം ഇവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് കയറ്റിയിട്ട് ഇവിടെ സപ്ലൈ സോണിൽ വെച്ചിട്ട് ഒന്ന് ഫേക്ക് ഔട്ട് തന്നു. പിന്നെ അവിടെ നിന്ന് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തിട്ട് മാക്സിമം ഫാൾ തന്നാൽ അതും മീൻസ് നമുക്ക് നോക്കാം. അപ്പോൾ സപ്ലൈ സോണും കൂടി നോക്കാം. ഈവൻ സപ്ലൈ സോൺ നമുക്ക് ഇന്നത്തെ ഹൈൻ്റെ താഴേക്കാണ് നിൽക്കുന്നുണ്ടെങ്കിൽ സപ്ലൈ സോണും ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ ചാൻസും അവിടെ നിൽക്കുന്നുണ്ട്. ഈവൻ നമുക്കറിയാം PCR ഒക്കെ വളരെ ലോ ആയിട്ട് തന്നെ നിൽക്കുന്നു. പുട്ട് റൈറ്റിംഗ് ഒന്നും സ്റ്റിൽ ഇത്രയും ഗ്യാപ്പ് അപ്പ് വന്നിട്ടും പുട്ട് റൈറ്റിംഗ് ഒന്നും മിസ്സിങ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പുട്ട് റൈറ്റിംഗും കൂടി വന്നാൽ, പുട്ട് സെല്ലേഴ്സും കൂടി വന്നാൽ വീണ്ടും നമുക്ക് റാലി കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ബട്ട് 1 ഡേ ടൈം ഫ്രെയിമിലാണ് കുറച്ചൊരു എന്താ പറയുക, നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ പോലെ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ പോലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് നമുക്കത് നാളത്തെ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ഡിസിഷൻ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ആണെങ്കിലും നാളത്തെ കൺഫർമേഷൻ, നാളത്തെ ക്യാൻഡിലാണ് നമുക്ക് ഇത് രണ്ടിലും ഒരു കൺഫർമേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ക്യാൻഡിലിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനും അങ്ങനെ സെറ്റപ്പ് ആക്കാൻ നോക്കുക. ശ്രദ്ധിക്കുക, വോളറ്റൈലിറ്റി ഉണ്ട്. അതോടൊപ്പം ഒരു കാര്യം, എക്സിറ്റ് പോളിൻ്റെ അത്രയും ഒരു റിസൾട്ടല്ല നമുക്ക് ഇനി വരുന്നതെങ്കിൽ അവിടെയും വേണമെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ട്രെൻഡ് കൺഫർമേഷൻ ആണെങ്കിൽ നമുക്ക് ഡേ ഹൈയും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് റിസ്ക് റിവാർഡ് കുറച്ച് നല്ല ട്രേഡ്, മീൻസ് റിസ്ക് റിവാർഡ് കുറച്ചല്ല, റിസ്ക് കുറച്ചിട്ട് നല്ല റിവാർഡ് കൂട്ടി തന്നെ നല്ല ട്രേഡ്സിനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. ഈവൻ ലിമിറ്റഡ് ലോസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ആൻഡ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.